2ഉം 3ഉം ലക്ഷവും ചിലവാക്കണ്ട, ഒരു നയ പൈസ ചിലവില്ലാണ്ട് നമുക്കൊരു കിണറും കുത്തിയാലോ. ഈ കിണർ നിർമ്മിച്ച സ്ഥലത്ത് നേരത്തെ ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആ തെങ്ങ് ചെള്ളു വന്ന് കുത്തി മറിച്ചപ്പോഴാണ് കേട്ടോ നമ്മൾ കിണർ കുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം ആരെങ്കിലും ഏൽപ്പിക്കാം, അവർ കിണർ കുത്തി റെഡിയാക്കി ഇട്ടിട്ട് പൊക്കോളുമല്ലോ എന്ന് പറയുന്നെങ്കിലും തൊട്ട അയൽവക്കാരനായ സന്തോഷും സുദീപും ജിഷയുടെ അച്ഛനൊക്കെ കൂടി പറഞ്ഞു, കിണർ കുത്താൻ നമുക്ക് വേറെ ആരെയും ഏൽപ്പിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടെ കൂടി കുത്തിയേക്കാന്ന് പറഞ്ഞു. പിന്നെ ജിഷയും പിള്ളേരും കൂടെ കട്ട സപ്പോർട്ടും തന്നു കേട്ടോ. ഞങ്ങൾ കിണർ പണിയുന്ന സമയത്ത് വിമലാമയും സിന്ധു ചേച്ചിയും പ്രിയയും മമ്മിയൊക്കെ കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ജോലിയായിട്ട് കഴിച്ച് സന്തോഷമായിട്ടാണ് കിണറൂത്തൊക്കെ നടത്തിയത്. ആ കൂട്ടത്തിൽ ഗോപു, നന്ദു, തക്കുടു, പൊന്നു, അമ്പാടി, കുഞ്ഞായി, മോനായി, കുഞ്ഞാമു, മണിക്കുട്ടി, അല്ലു, കേശു തുടങ്ങി പിള്ളേരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സഹായിക്കാനായിട്ട്. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും പാറ കണ്ടു. അവിടെ തന്നെ പാറയെല്ലാം ക്ലീൻ ചെയ്ത് മട്ടിയൊക്കെ മാറ്റിയപ്പോഴത്തേക്കും ഉറവ കണ്ടു കേട്ടോ. ഏക്കാലും അവിടെ കിണറുതാത്തിൽ നിർത്തി ഞങ്ങൾ നേരെ റിങ് ഇറക്കി ക്ലിയർ ചെയ്തു. അപ്പം പൊട്ടിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ സാധാരണ ഇതിൽ കിണറൊക്കെ കുത്തി പാറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥൻ എങ്ങനെയെങ്കിലും അത് പൊട്ടിച്ച് വെള്ളം കാണണമെന്ന് പറയുകയും അയൽവക്കക്കാർ അവിടെ വെടിപൊട്ടിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയും വഴക്കുണ്ടാക്കുകയൊക്കെ കാണുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പാറ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കിണറുതാത്തിൽ നിർത്താമെന്ന് പറയുകയും, എന്നാൽ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന സന്തോഷം ഉൾപ്പെടെയുള്ളവർ നമുക്ക് പറ്റില്ല, നമുക്ക് വെടിപൊട്ടിച്ച് ശകലം കൂടെ താത്താമെന്ന് പറയുകയാണ് ഇത്. പക്ഷേ നമ്മൾ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ടും ഒരു തമരൊക്കെ പൊട്ടിച്ച് വീടിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടിയാണ് വേറൊരാളും വീടുണ്ടാക്കുന്നതെന്ന് നമുക്ക് ബോധ്യം വേണമല്ലോ. അപ്പോൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് സന്തോഷനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇനി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെടി പൊട്ടിക്കാതെ കീറി നമുക്ക് കുഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത നടപടിയിലേക്ക് പോയത്. അങ്ങനെ റിങ്ങൊക്കെ ഇറക്കി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മഴവെള്ളം സംഭരിച്ച് കിണറ്റിലേക്ക് ഉറവയായിട്ട് വീഴ്ചയാൽ എന്താണെന്നൊരു ആലോചന വന്നു. അങ്ങനെ ഞങ്ങൾ കിണറിനോട് സ്വല്പം മാറി ഒരു 5 അടി മാറി ഒരു കുഴിയെടുത്തു. ആ കുഴിക്കകത്തേക്ക് കരിയും മിറ്റിലും കൂടെ കൂടി ഓരോ ലെയർ ഇട്ട് അതിനകത്തേക്ക് നമ്മൾ മുകളിൽ പാത്തിയൊക്കെ വെച്ച് ആ പാത്തിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്ത് അടിച്ച് അത് അരിച്ച് മണ്ണിൽ കൂടി ഉറവയായി കിണറ്റിലേക്ക് എത്തുന്ന രീതിയിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമുക്ക് ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവർക്കും കിണറ്റിൽ വെള്ളം വറ്റാതിരിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. കാരണം നമുക്ക് എത്ര വേനലാണെങ്കിലും നമുക്കിടയ്ക്കൊരു വേനൽമഴയൊക്കെ കിട്ടും. ആ ഒരു മഴയത്ത് ഒരു വീടിൻ്റെ മുകളിലേക്ക് വീഴുന്ന വെള്ളം മുഴുവൻ നമ്മളുടെ കിണറ്റിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളത്തിനുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിനുവേണ്ട പാത്തിയൊക്കെ വെച്ച് വെൽഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ. അതാണ് സാധാരണ ഇതിൽ ഒരു കിണറിന് സാധനമൊക്കെ കണ്ട് കിണർ കുത്തി അതിനകത്ത് വെള്ളമൊക്കെ കിട്ടി റിങ്ങൊക്കെ ഇറക്കി വരുമ്പോഴത്തേക്കും ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ ചിലവാകും. ഇതിനകത്ത് നമുക്ക് 1 രൂപ പോലും മുടക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം ഇത് ചെയ്തതെല്ലാം നമ്മളുടെ തൊട്ട് അയൽപക്കക്കാരാണ്. നമ്മൾ ഇതിലേക്ക് പോയപ്പോൾ പോലും അവരാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്തത്. കാരണം നമ്മളുടെ താമസിക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും അയൽപക്കക്കാരുമൊക്കെ ആയിട്ട് വളരെ സൗഹൃദത്തോടു കൂടി ഇടപെടുകയും ജീവിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെയാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ, തൊട്ട അയൽപക്കത്തെ കുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അവരെപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്, നമ്മുടെ വൈഫും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാനുള്ള സപ്പോർട്ടെല്ലാം അവരാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ പാത്തിയൊക്കെ പിടിപ്പിച്ച് ആ പാത്തിയിൽ കൂടി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഓസൊക്കെ ഇട്ട് വീഴിക്കാൻ പാകത്തിന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നിർമ്മാണ പ്രവൃത്തിയും കൂടെ പൂർത്തിയായി. ഇനിയിപ്പോൾ നമുക്ക് ആ കിണറ്റിൽ നിന്നും കിട്ടിയ വെള്ളം കോരി പായസം വെക്കണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഏതായാലും നമ്മൾ പാത്തിയൊക്കെ പിടിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ വെള്ളം ഒന്ന് തേകയൊക്കെ കളഞ്ഞ് ശുദ്ധമായ വെള്ളം എടുത്ത് അതിനകത്തുനിന്ന് പായസം വെച്ച് നമ്മളെല്ലാവരും കൂടി കുടിക്കൂടോ. മോട്ടർ ഉപയോഗിച്ച് ടാങ്കിലേക്ക് അടിച്ചു കയറ്റിയാണ് നമ്മളൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത്. എന്നാലും കിണറിന് ഒരു അഴക് കിട്ടണമെങ്കിലും അതിൽ നിന്നും കോരി നമുക്കൊരു ശകലം വെള്ളം കുടിക്കണമെങ്കിലുമൊക്കെ അതിൻ്റെ കാലും കയറും കപ്പിയൊക്കെ വേണം. അതിനുവേണ്ടി നമ്മളൊരു കാലും കൂടെ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ നമ്മൾ 2 സൈഡിലും കാല് വയ്ക്കാതെ ഒരു സൈഡിൽ കാല് വെച്ച് ചെറിയൊരു ആംഗിളിൽ മുകളിലേക്ക് നിർത്തി അതിലേക്ക് ഹുക്ക് വെച്ച് വെൽഡ് ചെയ്താണ് കേട്ടോ ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നമ്മൾ തന്നെയാണ് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളിലൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ വെൽഡ് ചെയ്ത് ഹുക്ക് നമ്മൾ ഈ കാണുന്ന അറ്റത്ത്
വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ. വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു എക്സ്പാൻഷൻ ഹുക്കാണ് നമ്മൾ അതിനകത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കപ്പിയിട്ട് ആ കപ്പി ചാടയിലേക്കിട്ട് വെള്ളം കോരിയെടുക്കുകയാണ് കേട്ടോ. ഇതാ നമ്മൾ ആദ്യത്തെ വെള്ളം കോരിയെടുത്ത് കുടിക്കുകയാണേ. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ഇത്രയും കടുത്ത വേനലിൽ നമ്മളുടെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല.